വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാല് നൈന ചേച്ചിയെ പരിചയപ്പെടുന്ന വീഡിയോ ആണ്. കുറെ പേര് ചോദിച്ചായിരുന്നു ഇതാരാന്ന്. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. നൈന ചേച്ചി ഞാൻ പരിചയപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ചാല് കിണ്ണനെ തപ്പി കണ്ണനെ കണ്ടുപിടിച്ചതായിപ്പോയി ഗൈസ്. അപ്പോ നൈന ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നയന പൂജാരി കൂർഗ് എന്നാണ്. അതിന്റെ അർത്ഥം എന്തുവാ? നയന എന്റെ പേരാണ്, പൂജാരി കാസ്റ്റ് നെയിം. കൂർഗ് ഞാൻ ജനിച്ചു വളർന്നത് കർണാടക കൂർഗിൽ, അതുകൊണ്ട് കൂർഗ് പറഞ്ഞിട്ട് ചേർത്തിട്ട് കാസ്റ്റ് നെയിം ചേർത്തിട്ട് നയന പൂജാരി കൂർഗ് പറഞ്ഞിട്ട് ഇട്ടേ. നയന ചേച്ചിയുടെ നാട് കർണാടകയിലെ കൂർഗ് മൈസൂര്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ചേച്ചി വിശേഷം പറയാനൊന്നുമില്ല. എന്റെ ലാംഗ്വേജ് വന്നിട്ട് കന്നഡ, മദർ ടങ് വന്നിട്ട് തുളുവാണ്. വീട്ടിലെല്ലാവരും നമ്മള് തുളുവാണ് സംസാരിക്കുന്നത്. പിന്നെ പഠിച്ചതെല്ലാം കന്നഡ മീഡിയം സ്റ്റുഡന്റ് ആയതുകൊണ്ട് നാട്ടുകാരുടെ അടുത്തെല്ലാം കന്നഡയാണ് സംസാരിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചത് കേരളത്തിലോട്ടാ. ഹസ്ബൻഡ് മലയാളിയല്ലേ? ഹസ്ബൻഡ് മലയാളിയാണ്. ഹസ്ബൻഡ് കണ്ണൂരാണ്. ഹസ്ബൻഡിന്റെ വീടെല്ലാം വന്നിട്ട് കണ്ണൂർ എത്തിയാണ്. എന്റെ കൂർഗ് ബോർഡർ ആണല്ലോ, അവിടുത്തെ കുറെ ആൾക്കാർ, പാവപ്പെട്ടവർ എന്റെ പോലത്തെ ആൾക്കാർ, കുറെ ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചത് അറേഞ്ച് മാരേജ് ആണ്. മലയാളമൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് അടുത്തുള്ളവരുടെ അടുത്തെല്ലാം സംസാരിച്ചാണ് പഠിച്ചത്. ഞാനും ഹസ്ബൻഡ് കല്യാണം കഴിച്ചിട്ട് ഒരു മാസത്തിൽ ഞാൻ കൊല്ലത്ത് വന്നതാ. അപ്പൊ അടുത്തുള്ളവരുടെ അടുത്ത്, വീട്ടുകാരുടെ അടുത്തെല്ലാം സംസാരിച്ചിട്ടാണ് പഠിച്ചത്. 4 വർഷമായി. ചേച്ചിക്ക് ഒരു വാവയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട് എനിക്ക്. ഒരാളെ മതിയല്ലേ? മതി. നമ്മള് പരിചയപ്പെട്ട് കുറച്ചായി, 2-3 ദിവസം ആയപ്പോ നമ്മള് നല്ല പരിചയമായി ഗൈസ്. അങ്ങനെ ഞാൻ ഇച്ചിരി കമ്പനിയുള്ളതുകൊണ്ട് അങ്ങനെയല്ല, ഞാൻ വേഗം ഒരാളിന്റെ അടുത്ത് വേഗം ക്ലോസ് ആയിക്കോളും. അങ്ങനെ നല്ല കമ്പനിയായി രണ്ടാളും. പിന്നെ പരിചയപ്പെട്ടതിന് ശേഷം എന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഗൈസ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളു നമ്മളിങ്ങനെ പരിചയപ്പെട്ടത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കുറച്ച് വ്ലോഗ്സ് ഒക്കെ പുറത്തൊക്കെ പോയിട്ടോ എന്തായാലും ചെറിയ കണ്ടന്റ് ഒക്കെ ചെയ്യാം. ചെറുതായിട്ട് കാലം കൊണ്ടിരിക്കുക. 2 ആഴ്ച ശരിയായിക്കോളും. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോ എല്ലാവരും കാണാം. അതുവരെ ബൈ.